ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കുമെന്ന് വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിരന്തരമായ തിരിച്ചടികളുടെ പ്രവാഹമാണിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ ഒരൊറ്റ രാജ്യങ്ങളും ട്രംപിന് പിന്തുണ നൽകാനോ ട്രംപിൻ്റെ സൗകര്യത്തിനനുസരിച്ച് തങ്ങളുടെ രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിക്കാനോ കൂടെ നിൽക്കുന്നില്ല, അനുമതി നൽകുന്നില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. കാരണം അമേരിക്കയുടെ 8-ലധികം സൈനിക കേന്ദ്രങ്ങൾ 8ഓളം അറബ് രാജ്യങ്ങളിലായിട്ടുണ്ട്. ഇവിടങ്ങളിലേക്ക് 40,000 സൈനികരെയും അമേരിക്ക അധികമായി നിയോഗിച്ചിരുന്നു. യുദ്ധവിമാനങ്ങളടക്കമുള്ള ആകാശത്ത് വെച്ച് യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ ഉതകുന്ന തരത്തിലുള്ള വിമാനങ്ങളടക്കമുള്ള സന്നാഹങ്ങൾ ഈ 8-ലധികം വരുന്ന രാജ്യങ്ങളിൽ വിന്യസിച്ച് അമേരിക്ക യുദ്ധത്തിലേക്ക് പോവുകയാണെന്ന പ്രതീതി സൃഷ്ടിച്ചിരുന്നു. പക്ഷെ പൊടുന്നനെയാണ് UAEയും സൗദിയും കുവൈറ്റും ഖത്തറും ഒക്കെ അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ മണ്ണിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. ആകെ ജോർദാൻ മാത്രമാണ് അമേരിക്കയ്ക്ക് അനുകൂലമായി അറബ് രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ഒരു പരിധിയിൽ കൂടുതൽ ജോർദാൻ്റെ സ്ഥലം ഉപയോഗിക്കാൻ അമേരിക്കയ്ക്കും കഴിയുകയില്ല. ഒപ്പമുണ്ടായിരുന്ന നാറ്റോ സൈനിക അംഗമായ ബ്രിട്ടൻ പോലും തങ്ങളുടെ സംയുക്ത സൈനിക കേന്ദ്രം ഉപയോഗിക്കരുത് എന്ന് അമേരിക്കയ്ക്ക് കർശന നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഫലത്തിൽ ഇറാനെ ആക്രമിക്കാൻ ഒരു ഭൂമിയില്ലാതെ പെടാപ്പാടുപെടുന്ന അമേരിക്കയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 8 അറബ് രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു സൈനിക നീക്കം സാധ്യമല്ല. കുവൈറ്റിലെയും ഖത്തറിലെയും ഒക്കെ അമേരിക്കൻ സൈനികരോട് തിരിച്ച് അമേരിക്കയ്ക്ക് പോന്നോളൂ എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരവിടെ നിന്ന് മാറിക്കഴിഞ്ഞു. അവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അവിടെ നിന്നിട്ടൊരു കാര്യവുമില്ല. അവിടെ നിന്നിട്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് അവർ തിരിച്ചു പോയതാണ് എന്ന നിലയിലും വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇറാൻ അങ്ങനെയൊരു പ്രകോപനം തുടരുന്നത് ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കുകയും അവർ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഏകപക്ഷീയമായി നടത്തുകയും എന്നുള്ള ഭയം കൊണ്ടായിരിക്കും. എന്തായാലും അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടല്ല ആ സൈനികർ അവിടെ നിന്ന് മാറ്റിയത് എന്ന് അന്താരാഷ്ട്ര വിഷയങ്ങൾ പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ജോർദാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സൈനിക ഓപ്പറേഷൻ കൊണ്ട് അല്ലെങ്കിൽ ജോർദാനിൽ നിന്ന് മാത്രമുള്ള ഒരു സൈനിക ഓപ്പറേഷൻ കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു തരത്തിലുള്ള നേട്ടവും ഈ യുദ്ധത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ ജോർദാൻ്റെ ഭൂമി മാത്രം പോരാ അമേരിക്ക. അതായത് യുദ്ധം ചെയ്യാൻ ഭൂമിയില്ലാതെ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഒരു കപ്പലും അതിൻ്റെ വിസ്തൃതിയും അല്ലാതെ അതിനപ്പുറം ഒരു ഇടമില്ലാതെ ഉഴറുകയാണ് അമേരിക്ക. ഇതാണ് മാധ്യമങ്ങൾ ജനങ്ങളോട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇത്രയും കാലം മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലെ അടക്കമുള്ള പല മാധ്യമങ്ങളും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മുഴുവൻ യുദ്ധസന്നാഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവർ ഏത് നിമിഷവും ഒന്ന് ട്രിഗർ ചെയ്താൽ ഇറാൻ തകരും, ഖാംനെയി ഇല്ലാതാകുമെന്നൊക്കെ അങ്ങ് അടിച്ചു വിടുകയാണ്. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാൻ കളമില്ല, ഭൂമിയില്ല. അമേരിക്കയ്ക്ക് ഒരു സൈനിക താവളമില്ല യുദ്ധം ചെയ്യാൻ. അമേരിക്കയ്ക്ക് അതിന് കഴിയുന്നില്ല. അങ്ങനെ ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത്. അമേരിക്കയ്ക്ക് ആകെ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത് ഈ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലാണ്. അവിടെ 90 വിമാനങ്ങളുണ്ട്. USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ ഇതുവരെ ഈ പറയുന്ന ഇറാൻ്റെ തീരത്തിനടുത്തേക്ക് വന്നിട്ടില്ല. പുറപ്പെട്ടു എന്ന് പറഞ്ഞു, പക്ഷേ എത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പടക്കപ്പലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഏതാണ്ട് ഒരു 5ഓ 6ഓ ഡിഫൻസ് കപ്പലുകളും അതിലുള്ള യുദ്ധസന്നാഹങ്ങളുമേ അമേരിക്കയ്ക്ക് ഇറാനെ നേരിടാനായിട്ടുള്ളൂ. ആ യുദ്ധസന്നാഹങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താൽ ആ കപ്പൽ അടിച്ച് മുക്കാൻ ഇറാൻ അധികം സമയമൊന്നും വേണ്ട. ആ യുദ്ധം അവിടെ തീരും. അതായത് യുദ്ധത്തിൽ അമേരിക്ക ദയനീയമായി പരാജയപ്പെടും, ഇറാന് അതിഗംഭീരമായ വിജയമുണ്ടാകും. ലോകത്തിന് മുന്നിൽ അമേരിക്കയെ അടിച്ച് താഴെയിട്ടു എന്ന് പറഞ്ഞ് ഇറാന് മീനി ധരിക്കാൻ കഴിയും. ഖാംനെയുടെ പവർ എന്താണ് എന്ന്, അല്ലെങ്കിൽ ഖാംനെയി ഒരു പവർഫുൾ ലീഡറാണ് എന്ന നിലയിൽ ഇറാൻ പ്രസ്താവനകൾ ഇറക്കും. ഇറാൻ അത് വലിയ തോതിൽ ആഘോഷിക്കും. അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി അമേരിക്കയ്ക്ക് സൃഷ്ടിക്കുന്നതിനിടയിൽ ഇപ്പോൾ അമേരിക്കൻ സൈനികർ തന്നെ, അല്ലെങ്കിൽ സൈനികരുടെ മേധാവിയായിട്ടുള്ള സംയുക്ത സൈനിക മേധാവി തന്നെ യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ലേ എന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്നലെ രാത്രിയോടെ പുറത്തുവിട്ട വാർത്ത നോക്കുക. അതിൽ പറയുന്നത് ട്രംപ്സ് ടോപ്പ് ജനറൽ ഫോഴ്സീസ് അക്യൂട്ട് റിസ്ക് ഇൻ ആൻ അറ്റാക്ക് ഓൺ ഇറാൻ എന്നാണ്. അതായത് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിൽ വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ട് എന്ന് ട്രംപിൻ്റെ ഏറ്റവും വലിയ ജനറൽ പറയുകയാണ്. അതായത് സംയുക്ത സൈനിക മേധാവി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജനറൽ ഡാൻ കെയ്ൻ എന്നാണ്. അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും ഈ സമയത്ത് ഇറാനെ ആക്രമിക്കരുത് എന്നാണ്.
യുദ്ധം നയിക്കാനുള്ള ആവശ്യമായ ആയുധങ്ങൾ നമ്മുടെ പക്കലില്ല, രാജ്യങ്ങളുടെ പിന്തുണയില്ല, ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ സ്ഥലം ഉൾപ്പെടെയുള്ളവയിൽ പരിമിതിയുണ്ട്, ഒരുപാട് അപകട സാധ്യതകളുണ്ട്, ശക്തമായ തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇറാനെ ഇപ്പോൾ ആക്രമിക്കരുത് എന്നുള്ളതാണ് ജനറൽ ഡാൻ കെയ്ൻ പറഞ്ഞു എന്ന് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയിലെ പല ഓൺലൈൻ മാധ്യമങ്ങളും ഇതോടൊപ്പം ഇത് വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. ട്രംപ് പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണെങ്കിലും വൈറ്റ് ഹൗസിലെയും പെൻറ്റഗണിലെയും ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും ഇതിൽ ഈ വാർത്തയിൽ കൂടുതൽ ആഡ് ഓണുകൾ നൽകാൻ ഈ ചാനലുകൾ, ഈ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ട്രംപ് ഇത് പുറത്തായതിൻ്റെ നാണക്കേട് കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് നിഷേധിക്കുകയാണ് എന്നാണ് ഉയരുന്ന വാദം. നോക്കുക, നിർണായക ആയുധ ശേഖരത്തിലെ കുറവാണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതായത് ജനറൽ ഡാൻ കെയ്ൻ എന്ന് പറയുന്നത് സംയുക്ത സൈന്യത്തിൻ്റെ അധിപനാണ്. അതായത് കരസേന, വ്യോമസേന, നാവികസേന എന്ന് പറയുന്ന 3 സേനകളെ ഏകോപിപ്പിക്കുന്ന അമേരിക്കയിലെ ട്രംപ് കഴിഞ്ഞാലുള്ള ഒരു ടോപ്പ് ഒഫീഷ്യലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആയുധശേഖരത്തിലെ കുറവ് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ സഖ്യകക്ഷികളുടെ പിന്തുണയുടെ അഭാവം, ഒപ്പം നിൽക്കേണ്ടവർ നിൽക്കാത്ത ഒരു സാഹചര്യം, അത് US-ൻ്റെ സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും വലിയ തോതിൽ അപകട ഭീഷണി ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ്റെ കരുത്ത് വളരെയധികവും അമേരിക്കയുടെ കരുത്തും പിന്തുണയും വളരെ കുറവുമാണ്. ഇറാനെ സംബന്ധിച്ച് റഷ്യയും ചൈനയും ഒക്കെ അവരുടെ കൂടെയുണ്ട്, പ്രോക്സി ഗ്രൂപ്പുകൾ അവരുടെ കൂടെയുണ്ട്, ഇറാൻ്റെ പക്കൽ വലിയ തോതിലുള്ള ആയുധങ്ങളുണ്ട്, അവരുടെ തീരത്താണ് ഈ അമേരിക്കൻ കപ്പലുകൾ കിടക്കുന്നത് എന്നുള്ള അഡ്വാൻറ്റേജ് ഇറാനുണ്ട്. അങ്ങനെ പല വിധത്തിലും അമേരിക്കയുടെ മേലെ നിൽക്കുന്ന നിരവധി അനുകൂല ഘടകങ്ങൾ ഇറാനുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇറാനെ ആക്രമിക്കണമെന്ന് പറഞ്ഞിട്ട് ട്രംപ് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അപകടമാണ് എന്നാണ് ഡാൻ കെയ്ൻ പറയുന്നത്. നോക്കുക, അദ്ദേഹം പറയുന്നത്, ജനറൽ ഡാൻ കെയ്ൻ, ചെയർമാൻ ഓഫ് ദ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ്, എക്സ്പ്രസ്ഡ് ഹിസ് കൺസേൺ at a White House meeting last week with Trump and his top aides. These people said, questioning that any major operation against Iran will face challenges because the US munitions stockpile has been significantly depleted by Washington's ongoing defense of Israel and support of Ukraine. Kane's remarks at the White House meeting have not been previously reported എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം തന്നെ ഉക്രൈനെ സഹായിച്ചും ഇസ്രായേലിനെ സഹായിച്ചും ഒക്കെ അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ വലിയ തോതിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞയാഴ്ച നടന്ന മീറ്റിംഗ് ആണെന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി തന്നെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇറാനെതിരായ ഏതൊരു പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളും വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ് നിലവിലെ സാഹചര്യത്തിൽ. വാഷിങ്ടൺ ഇസ്രായേലിനെ സഹായിച്ചു, ഉക്രൈനെ സഹായിച്ചു, അമേരിക്ക ഇസ്രായേലിനെ ഒരുപാട് കയ്യേഞ്ഞ് സഹായിച്ചു. കഴിഞ്ഞ 2 വർഷത്തോളമായി ഉക്രൈനെയും ഇസ്രായേലിനെയും മാറി മാറി സഹായിക്കുകയാണ്. ഇതോടെ US യുദ്ധസാമഗ്രികളുടെ ശേഖരം, അതായത് US-ൻ്റെ ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവ് അത് വലിയ തോതിൽ അമേരിക്കയ്ക്കുണ്ട്. ആയുധ ശേഖരം ഗണ്യമായി കുറഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇറാൻ ഒരു വശത്ത് ആയുധങ്ങൾ കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു യുദ്ധ സാഹചര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആയുധങ്ങൾ ഇറാൻ കുന്നുകൂട്ടുന്നു എന്ന് ഇസ്രായേൽ കണ്ടെത്തുകയും അത് അമേരിക്കയെ അറിയിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോഴുണ്ടായ ഈ യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേൽ പറയുന്നു അനിയന്ത്രിതമായ രീതിയിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നു. അത് മുഴുവൻ ദീർഘദൂര മിസൈലുകളാണ്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് മിസൈലുകളാണ്, വലിയ ശേഷിയുള്ള, പ്രഹരശേഷിയുള്ള മിസൈലുകളാണ്. ഇതൊക്കെ കൂടി ഉപയോഗിച്ചാൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ വിലക്കണം, അവരെ തടയണം, അവരെ ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ സിറ്റുവേഷൻ ഇത്രയും മോശമാക്കിയത്, അല്ലെങ്കിൽ ഈ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത് അത് ഇസ്രായേൽ തന്നെയാണ്. ഇറാൻ്റെ ഇത്രയും വലിയ വളർച്ച കണ്ടാൽ ഭയന്നിട്ടാണ് ഈ ഇസ്രായേൽ അങ്ങനെ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ആയുധശേഖരം കുറയുന്നു എന്ന് പറയുമ്പോൾ, മറുവശത്ത് ഇറാൻ ഗണ്യമായി ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നേയുള്ളൂ, ഇറാൻ അമേരിക്കയെ വെല്ലുന്ന ആയുധശേഖരം സ്വന്തമാക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ്. അപ്പോൾ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പശ്ചിമേഷ്യയുടെ കടലിനിടയിൽ കിടക്കുന്ന ഈ കപ്പലിലേക്ക് ആയുധങ്ങൾ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ശ്രമകരമായ കാര്യമാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല, തൊട്ടടുത്താണ്, അവർക്ക് അടിച്ച് കപ്പൽ വെള്ളത്തിൽ മുക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അമേരിക്കയിൽ ഉണ്ടായതോടെ, വലിയ ചർച്ചകൾ ഉണ്ടായതോടെ വൈറ്റ് ഹൗസ് വക്താവായ അന്ന കെല്ലി പറയുന്നത്, ട്രംപ് ഏത് വിഷയത്തിലും നിരവധി അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്, അതിൽ ദേശീയ സുരക്ഷയ്ക്ക് ഏറ്റവും മികച്ചതെന്താണെന്ന് അടിസ്ഥാനമാക്കി തീരുമാനിക്കുകയും ചെയ്യും. ഇവിടെ ട്രംപ് അഭിപ്രായങ്ങൾ കേൾക്കുകയാണ് ചെയ്തത്, അതിനപ്പുറം ഇതിൽ അന്തിമമായൊരു തീരുമാനവും എടുത്തിട്ടില്ല.
പറഞ്ഞിട്ടില്ല. ഈ അഭിപ്രായം അന്തിമമാണ് എന്ന് പറയാനും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം വലിയ ചർച്ചകൾ നടന്നപ്പോൾ ഔദ്യോഗികമായി ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള വർത്തമാനങ്ങളും ഈ പറയുന്ന പ്രസ്താവനകളും ഒക്കെ അമേരിക്കൻ പ്രസിഡന്റും വിവിധ ഉദ്യോഗസ്ഥരും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധത്തിന് ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് സംയുക്ത സേനാ മേധാവി പടം മടക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. അതായത് ഇറാനുമായി ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല, ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിൽ പലരും മരിക്കും, ഞങ്ങളെ വല്ലാത്ത രീതിയിൽ അവർ ആക്രമിക്കും, അമേരിക്കയ്ക്ക് അത് വലിയ പേരുദോഷമുണ്ടാക്കും, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും, ആയുധങ്ങൾ പോലും നമ്മുടെ പക്കലില്ല, അതുകൊണ്ട് ഞങ്ങളിത് സ്കൂട്ടാവുകയാണ്, ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഈ പരിപാടി എന്ന് കൃത്യമായി പരോക്ഷമായി എന്നാൽ കുറിക്കുകൊള്ളുന്ന വിധത്തിൽ അവിടുത്തെ സൈനിക മേധാവി, സംയുക്ത സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നു എന്നു തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. എന്തായാലും ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും ട്രംപ് ഇറാൻ ഇപ്പോൾ ആക്രമിക്കും, അത് ചെയ്യും, ഇത് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ഈ ഡാൻ ഗെയിനുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ ചർച്ചയായി വരികയും എന്തെടുത്ത് വെച്ച് ഇറാനെ ആക്രമിക്കും, എവിടെ വെച്ച് ആക്രമിക്കും, എങ്ങനെ ആക്രമിക്കും, അതിനുള്ള വല്ലതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചാൽ അമേരിക്കയ്ക്ക് മറുപടി ഉണ്ടാകില്ല. എന്തായാലും തുടങ്ങി കുടുങ്ങി എന്നതിനേക്കാൾ കൂടുതൽ തല ആപ്പിനിടയിൽ കുടുങ്ങിയ കൊരങ്ങൻ്റെ അവസ്ഥയിലേക്ക് ട്രംപ് പോയി എന്ന് പറഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഏതാണ്ട് ആ അവസ്ഥയിൽ തന്നെയാണ്, ആപ്പിനിടയിൽ കൊരങ്ങൻ പെട്ടതുപോലെ എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. ഏതാണ്ട് അതുപോലെയൊക്കെ ട്രംപിൻ്റെ അവസ്ഥ എത്തിയെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം.